കഴുത്തിന് താഴെ ശരീരഭാഗം മുഴുവൻ തളർന്നിട്ടും തളരാത്ത മനസ്സുമായി കവിതകളുടെ ലോകത്ത് മുഴുകുകയാണ് അജയ് ബാലചന്ദ്രൻ. ഈ യുവാവിന്റെ മനസ്സിൽ നിന്നൊഴുകുന്ന കവിതകൾ ഏറെ ഹൃദയസ്പർശിയാണ്. പ്രതീക്ഷിക്കാതെ എത്തിയ ദുരന്തം ജീവിതത്തിൽ വില്ലനായി മാറിയെങ്കിലും തളരാത്ത മനസ്സുമായി കവിതകളുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ് അജയ് ബാലചന്ദ്രൻ എന്ന ഈ 26-കാരൻ. 8 വർഷം മുമ്പാണ് ട്രെയിനിൽ നിന്ന് വീണ് കഴുത്തിന് താഴെ ശരീരഭാഗം മുഴുവൻ തളർന്നുപോയത്. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതിനിടെ നാട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ഈ ദുരന്ത സംഭവം. മോഷ്ടാക്കളുടെ മോഷണശ്രമം ചെറുക്കുന്നതിനിടെ അജയ് ബാലചന്ദ്രനെ മോഷ്ടാക്കൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് തല നിലത്ത് ഇടിച്ചു വീണാണ് ശരീരമാസകലം തളർന്നുപോയത്. ശയ്യാവലംബിയായെങ്കിലും ഈ യുവാവിന്റെ മനസ്സിനെ തളർത്താൻ ആ അപകടത്തിനായില്ല. പകരം അന്നുമുതൽ ഏകാന്തതയും നൊമ്പരവും പ്രതീക്ഷകളും സമകാലീന സംഭവങ്ങളുമെല്ലാം മനസ്സിൽ നിന്ന് കവിതകളായി പിറവിയെടുക്കാൻ തുടങ്ങുകയായിരുന്നു. മനസ്സിന്റെ വിങ്ങലുകൾ ഹൃദയം കൊണ്ടെഴുതിയ കവിതകളായപ്പോൾ അത് കേൾക്കുന്നവർക്കും ഹൃദയസ്പർശിയാകുകയാണ്. നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള ഒറ്റപ്പാലം സ്വദേശിയായ ഈ യുവകവി മധുവനം എന്ന ബ്ലോഗിലൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 20-ലേറെ കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൈകാലുകൾ അനക്കാനാകില്ലെങ്കിലും പരസഹായമില്ലാതെയാണ് അജയുടെ കവിത എഴുത്ത്. കമ്പ്യൂട്ടറിൽ സ്പോക്കൺ ഓപ്ഷനിലൂടെ കവിത ചൊല്ലിയാണ് രേഖപ്പെടുത്തുന്നത്. കൂടാതെ ഓൺലൈനായി 3 കമ്പനികളിൽ സിസ്റ്റം ഡെവലപ്പറായും വെബ് ഡിസൈനറായും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും തന്റെ ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുകയാണ് ഈ യുവകവി. കഴിഞ്ഞ ദിവസം തൃശൂരിൽ അരങ്ങേറിയ ഇലഞ്ഞിക്കൂട്ടം ബാൻഡിനു വേണ്ടി നാദബ്രഹ്മത്തിൻ നീലനഭസിതിൽ എന്നു തുടങ്ങുന്ന അവതരണ ഗാനവും അജയ് രചിച്ചിരുന്നു. ഈ ചടങ്ങിൽ വെച്ച് പ്രശസ്ത ഗായകൻ പ്രദീപ് സോമസുന്ദരം അജയ് ബാലചന്ദ്രനെ ആദരിക്കുകയും ചെയ്തു. ശരീരവും മനസ്സും തളർന്നവർക്ക് അജയ് ബാലചന്ദ്രന്റെ ജീവിതം ഒരു മാതൃകയും പ്രചോദനവുമാണ്. ഒപ്പം താൻ എന്നെങ്കിലും വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റ് സാധാരണ ജീവിതത്തിലേക്ക് നടന്നു കയറുമെന്ന പ്രതീക്ഷയോടെ കരുത്താർജിച്ച മനസ്സുമായി കവിതകളുടെ സുന്ദരലോകം തീർക്കുകയാണ് ഈ യുവാവ്. TC വിനോസ്, തൃശൂർ.